വെള്ളറട സ്വദേശിയായ പ്രേമതയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസ് കർശനമായ നടപടികളിലേക്ക് പരിശോധനകളിലേക്ക് കടക്കുകയാണ്. പ്രതി 2 പേർ കസ്റ്റഡിയിലായിട്ടുണ്ട്. അതിൽ ഒരാൾ വിനോദാണ്. വിനോദ് കുറ്റം സംബന്ധിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിന് കാരണം എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം. ഇപ്പോൾ ആ പ്രതിയായ വിനോദിനെയും വിനോദിന്റെ സുഹൃത്തിനെയും ഈ സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. കൊന്നു കുഴിച്ചു മൂടി എന്ന പറയുന്ന സ്ഥലത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. സമീപത്തൊക്കെ ആളുകൾ തിങ്ങിക്കൂടിയിട്ടുണ്ട്. ഇനി അല്പസമയത്തിനകം തന്നെ നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കാൻ പോവുകയാണ്. കുഴിച്ചിട്ട ഇടത്ത് മണ്ണ് നീക്കിയ ശേഷം മൃതദേഹം പുറത്തേക്ക് എടുക്കുക. അതിനുശേഷം വിപുലമായ രീതിയിൽ പരിശോധന നടക്കണം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഫോറൻസിക് പരിശോധന റിപ്പോർട്ട്. പ്രതി കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു. വിനോദ് സാമ്പത്തിക തർക്കവും അയൽവാസികളാണ് ബന്ധപ്പെട്ട കാര്യങ്ങൾ. വഴിത്തർക്കമൊക്കെ തന്നെ നേരത്തെ നിലനിന്നിരുന്ന ഒരു സ്ഥലമാണ്. പിന്നീട് പ്രിയമതയിൽ നിന്നും പണം വാങ്ങിയ പണം തിരിച്ചു ചോദിച്ചതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വൈരാഗ്യങ്ങൾ കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കാമെന്നാണ് ഇപ്പോൾ പോലീസ് അനുമാനിക്കുന്നത്. AK സ്റ്റെഫിൻ ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, ഇപ്പോൾ പ്രതിയെ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചിരിക്കുന്നു. കൂടുതൽ പരിശോധനകളിലേക്ക് അങ്ങനെയെങ്കിൽ പോലീസ് കടക്കുകയാണല്ലേ? തീർച്ചയായിട്ടും പ്രജീഷ്, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി തെളിവ് ശേഖരണം, അതോടൊപ്പം തന്നെ ശാസ്ത്രീയമായ തെളിവ് ശേഖരണം, അതെല്ലാമാണ് ബാക്കി നിൽക്കുന്നത്. പ്രത്യേകിച്ചും ഈ മൃതദേഹം അവിടെയാണ് എന്നുള്ള കാര്യത്തിൽ ഏകദേശം പോലീസിന് ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് പുറത്തെടുക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രതിയെ ഇവിടെ കൊണ്ടുവന്ന് എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയതെന്നും സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. ആ സ്ഥലത്ത് തന്നെ കുഴിയെടുക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് നീങ്ങുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. വിശദമായ ഒരു ചോദ്യം ചെയ്യൽ ഇന്ന് രാവിലെ മുതൽ തന്നെ വെള്ളറട പോലീസ് സ്റ്റേഷനിൽ നടന്നു വരികയായിരുന്നു. DYSP അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു ആ ചോദ്യം ചെയ്യൽ നടന്നു വന്നിരുന്നത്. ഈ പ്രതിയും അതോടൊപ്പം തന്നെ പ്രതിയുടെ സഹോദരനായിട്ടുള്ള സന്തോഷ്, ഇരുവരെയും ഒന്നിച്ചിരുത്തിയും അതോടൊപ്പം തന്നെ വെവ്വേറെ ഇരുത്തിയും എല്ലാം തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട്. കൊലപാതകത്തിൽ ഈ പ്രതി വിനോദിന് മാത്രമാണ് നേരിട്ട് പങ്കുള്ളത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഈ മൃതദേഹം കുഴിച്ചിടുന്നതിനോ അല്ലെങ്കിൽ മറ്റ് തെളിവുകൾ നശിപ്പിക്കുന്നതിനോ ഏതെങ്കിലും തരത്തിൽ സഹോദരൻ സന്തോഷിന് പങ്കുണ്ടോ എന്നത് സംബന്ധിച്ച് ഇനിയൊരു സ്ഥിരീകരണത്തിലേക്കെല്ലാം വരേണ്ടതുണ്ട്. അല്പസമയത്തിനകം തന്നെ അത് സംബന്ധിച്ചുള്ള വിവരം പോലീസിൽ നിന്ന് ലഭിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഏതായാലും തെളിവെടുപ്പ് ഇവിടെ പുരോഗമിച്ചു വരികയാണ്. അതോടൊപ്പം ഈ പ്രതിയെ സംബന്ധിച്ച് ഒരു അയൽക്കാരിയെ സ്ഥിരമായി കാണുന്ന ഒരു സ്ത്രീയെ കൊലപ്പെടുത്തുന്നു. അതിനുശേഷം ആ മൃതദേഹം വീട്ടിൽ തന്നെ, സ്വന്തം വീട്ടിൽ, സ്വന്തം കിടപ്പുമുറിയോട് ചേർന്നുള്ള സ്ഥലത്ത് തന്നെ കുഴിച്ചു മൂടുന്നു. വീട്ടിനകത്ത് വെച്ച് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുന്നു. അതെല്ലാം തന്നെ നമുക്ക് കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ളൊരു നീക്കങ്ങളാണ്. അതോടൊപ്പം തന്നെ പ്രതിയുടെ ഭാഗത്തു നിന്നുണ്ടായ അത്തരം കാര്യങ്ങൾ അതെല്ലാം തന്നെ വിശദമായി ഈ പോലീസിന്റെ അന്വേഷണത്തിൽ പൊളിഞ്ഞ കാര്യമാണ്. അതോടൊപ്പം ആളുകളൊക്കെ സ്വാഭാവികമായും ഇതൊരു വലിയൊരു ആകാംക്ഷയും ഞെട്ടലും ഉണ്ടാക്കുന്ന സംഭവമാണ്. അയൽവാസികളെയൊക്കെ സംബന്ധിച്ച് ആ ഭാഗത്ത് താമസിക്കുന്ന ആളുകൾക്കൊക്കെ കുറേയധികം ആളുകൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരൊക്കെ ഈ വിനോദിനെ കുറിച്ച് എന്താണ് പറയുന്നത് സ്റ്റെഫൻ? അരിയെ പ്രത്യേകിച്ച് വലിയ പ്രശ്നക്കാരനാണെന്നോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ആളാണോ പ്രതി എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ കൂടി വന്നിരിക്കുന്നവരോ അല്ലെങ്കിൽ നമ്മൾ പ്രതികരണം എടുക്കുമ്പോഴോ ഒന്നും തന്നെ പറയുന്നില്ല. പ്രത്യേകിച്ചും പ്രിയമതയുടെ വീട്ടുകാരോട്, ബന്ധുക്കളോടൊക്കെ തന്നെ ആ കാര്യങ്ങൾ തിരക്കുമ്പോൾ അദ്ദേഹത്തെ കാണാറുണ്ടായിരുന്നു. ചില കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അയൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ അതൊന്നും തന്നെ കുടുംബത്തിനും അറിയില്ല. ഒപ്പം തന്നെ ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ, അതിനെപ്പറ്റിയും അടുത്ത ബന്ധുക്കൾക്ക് പോലും അതൊന്നും തന്നെ അറിയില്ല. പ്രിയംവദ സഹോദരിയുടെ മകന്റെ വീട്ടിലാണ് തൊട്ട് അടുത്ത് താമസിക്കുന്നത്. അതിനോട് ചേർന്നുള്ള ഒരു മുറിയിലാണ് അവരുടെ താമസം. 2 പെൺമക്കളാണ്. അവർ രണ്ടുപേരെയും കല്യാണം കഴിച്ച് അയച്ചതാണ്. അതിനുശേഷം അവർ സ്ഥിരമായി ജോലിക്ക് പോകും. എല്ലാ ദിവസവും രാവിലെ 7 മണിയോടുകൂടി അവർ ജോലിക്ക് പോകും. മറ്റ് കുടുംബാംഗങ്ങളെല്ലാം എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ അവർ ജോലിക്ക് പോകുന്ന പതിവുണ്ടായിരുന്നു. ഈ തൊട്ടടുത്ത് നമുക്ക് ഈ അടുപ്പ് കൂട്ടി കണക്കാണ് വീട് എന്നൊക്കെ പറയാം. അത്രയധികം അടുത്തടുത്താണ് ഇവിടെ എല്ലാ വീടുകളും ഉള്ളത്. പക്ഷെ എങ്ങനെ ഈ കൊലപാതകം നടന്നു അല്ലെങ്കിൽ ഈ കുഴിച്ചിട്ടു അതൊന്നും ആരും അറിഞ്ഞില്ല എന്നുള്ള കാര്യത്തിലൊക്കെ ഇപ്പോഴും വലിയൊരു ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ഒന്ന് നിലവിളിച്ചു കഴിഞ്ഞാൽ പോലും അപ്പുറത്ത് കേൾക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് ഒരു ഗ്രാമപ്രദേശം കൂടിയാണ്. പക്ഷേ നടന്നു വരുന്നത് ഒരു ഇടവഴിയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒരുപക്ഷെ കാണാൻ കഴിയും. ചെറിയൊരു നടവഴി മാത്രമാണ് ഈ 2 വീട്ടിലേക്കുമുള്ളത്. അവിടെ ഒരാൾ നടന്നു വരികയാണെങ്കിൽ അപ്പുറത്ത് ഉള്ള വീടുകാരൊന്നും തന്നെ കാണില്ല. കാരണം അത്രയധികം ഉയരം ആ മതിലിനുണ്ട്. അപ്പോൾ ഈ വഴിയിൽ വെച്ചാണ് 12-ാം തീയതി ജോലി കഴിഞ്ഞ് തിരികെ വരുന്നതിനിടെ ഇരുവരും തമ്മിൽ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുടെ പേരിൽ തർക്കമാകുന്നത്. തുടർന്ന് അരിങ്കുലയുടെ വിവരങ്ങൾ നൽകിയത്. അങ്ങനെ പോലീസിനെ സംബന്ധിച്ചോളം ആദ്യം ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. പരാതി ലഭിച്ചത് വിനോദാണ് എന്ന് തോന്നുന്നു. വിനോദാണ് ഇങ്ങനെ പ്രേമതയെ കാണാനില്ല എന്നൊരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്.